മഴ തോരും മുമ്പിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ അലീന വൈജയന്തിൻ്റെ മകളാണെന്ന് എങ്ങനെ അറിഞ്ഞെന്നുള്ള കാര്യമൊക്കെ സ്റ്റാൻലി എടുത്ത് പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, എനിക്ക് പണ്ടേ വൈജയന്തിയെ ഇഷ്ടമായിരുന്നു. കാരണം അവൾ എൻ്റെ മുന്നിലാണ് വളർന്നത്. അപ്പം ഞാൻ അവൾക്കൊരു ലവ് ലെറ്റർ കൊടുത്തെന്നും പറഞ്ഞ് കുഞ്ഞിരാമൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയെന്നറിയാവോ? കൈതക്കൽ മാളിക വീട്ടിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി എൻ്റെ ചിരട്ടടിച്ച് പൊട്ടിച്ച്. അന്ന് ഞാനൊരു തീരുമാനമെടുത്തതാണ്, വൈജയന്തിയെ ഞാൻ തന്നെ കല്യാണം കഴിക്കുമെന്ന് കുറച്ച് വാശിയോടെ ബാലചന്ദ്രൻ സ്റ്റാൻലി എടുത്ത് പറയുന്നുണ്ട്. അവൾ ഏത് രീതിയിലാണ് എൻ്റെ ഭാര്യയായി മാറിയെന്ന് ഞാൻ പറയാതെ തന്നെ സ്റ്റാൻലിക്ക് നന്നായിട്ട് അറിയാലോ എന്ന് ബാലചന്ദ്രൻ സ്റ്റാൻലിയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലി എന്ന് തലകുനിച്ചിരിക്കുന്നുണ്ട്. ഞാൻ എന്ത് തെറ്റാണ് ഇതിൽ ചെയ്തത് എന്ന് സ്റ്റാൻലി അടുത്ത് ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. വൈജയന്തിയെ സ്നേഹിച്ചു, അവളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച്. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? കൈതക്കൽ മാളിക വീട്ടിൽ ഉള്ളവരെല്ലാവരും ഒരുമിച്ച് കൂട്ടുനിന്ന് എന്നെ വഞ്ചിച്ച് ഇത്രയും വർഷം ചതിച്ച്. അടുത്ത കാലത്താണ് ഞാൻ അറിഞ്ഞത് വൈജയന്തി വിവാഹത്തിന് മുമ്പ് ഒരു കുട്ടിയുള്ള കാര്യം. അതറിഞ്ഞപ്പോൾ എൻ്റെ മാനസികാവസ്ഥ ഞാൻ ആകപ്പാടെ തകർന്നുപോയി. ഇങ്ങനൊരു സംശയം ഉണ്ടായപ്പോഴേ ഞാൻ ആദ്യം പോയത് ഗംഗേട്ടൻ്റെ അടുത്താണ്, അങ്ങ് നീലഗിരിയിൽ. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ തന്നെ സത്യങ്ങളെല്ലാം ഓരോന്ന് പുറത്തു വന്ന്. അതറിഞ്ഞ് എൻ്റെ മാനസികാവസ്ഥ എനിക്ക് എങ്ങനെയാണ് സ്റ്റാൻലിയെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ടതെന്ന് അറിയത്തില്ല. അത് സ്റ്റാൻലിക്ക് ഊഹിക്കാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല എന്ന് ബാലചന്ദ്രൻ കുറച്ച് വിഷമത്തോടെ പറയുന്നുണ്ട്. അതിനുശേഷം തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷം എങ്ങനെയായാലും വൈജയന്തിയെ കൊല്ലണം എന്നുള്ളൊരു വാശി മാത്രമേ ഉള്ളായിരുന്നു. ആ സമയത്ത് നിങ്ങളെങ്ങാണ് എൻ്റെ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞ് കൊല്ലണമെന്ന് മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ വിചാരം. അത്രയ്ക്ക് വാശിയും ദേഷ്യവുമായിരുന്നു എനിക്ക് നിങ്ങളോടുള്ളത്. എൻ്റെ ജീവിതം നശിപ്പിച്ച നിങ്ങൾ എൻ്റെ കയ്യിൽ അന്ന് കിട്ടിയതെങ്കിൽ നിങ്ങളെ ഞാൻ തീർച്ചയായിട്ടും കൊന്നേനെ. ആ മാനസിക സമ്മർദ്ദം എല്ലാം കൂടെ താങ്ങാനാവാതെ എനിക്ക് അറ്റാക്ക് വന്ന് ആ സമയത്ത് എന്നെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അലീനയാണ്. അങ്ങനെ ഹോസ്പിറ്റൽ വാസം, കുറേ നാൾ ഹോസ്പിറ്റൽ വാസം. ആ സമയം കൊണ്ട് എൻ്റെ മനസ്സ് ഞാൻ തിരിച്ചു പിടിച്ചു. അന്ന് വരെ വൈജയന്തിയെ കണ്ട ബാലചന്ദ്രനായിരുന്നില്ല ഞാൻ. എനിക്ക് വൈജയന്തിയെ കാണുന്നത് പോലും വെറുപ്പായി തുടങ്ങി. പക്ഷെ അലീന, ആ കുട്ടിയോട് എനിക്ക് ഒരു ദേഷ്യമോ ഒന്നും തോന്നിയില്ല. അവൾ എന്നെ സ്വന്തം അച്ഛനായിട്ടാണ് കണ്ടത്. അതിനുശേഷം ഞാൻ അവളോട് തന്നെ ഈ കാര്യം ചോദിച്ചു. അവൾ എൻ്റെ മുന്നിൽ കൈകൂപ്പി അപേക്ഷയാണ്, ഈ കാര്യമൊന്നും ആരോടും പറയല്ലേ, ഞാൻ ഇവിടുന്ന് പൊക്കോളാം, ആരോടും ഒരു ദ്രോഹത്തിനും ഞാൻ വരത്തില്ല എന്നൊക്കെ എന്നോട് ആ കുട്ടി പറഞ്ഞു. പക്ഷേ എനിക്ക് അവളെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ തോന്നിയില്ല. ഞാൻ അവളെ ചേർത്ത് നിർത്തി. അവളെന്നെ അച്ഛാന്ന് വിളിച്ചു. എനിക്ക് അവൾ മകളായിരുന്നു. അങ്ങനെ ഞാൻ അവളെ എൻ്റെ സ്വന്തം മകളെ പോലെ തന്നെയാണ് സ്നേഹിച്ചത്. ഇപ്പോഴും അവൾ എൻ്റെ വീട്ടിൽ നിന്ന് പോകണമെന്ന് അവളാണ് പറയുന്നത്. എനിക്ക് അവളെ പറഞ്ഞു വിടാൻ ഒരു താല്പര്യമില്ല. എനിക്ക് അവളെ എങ്ങോട്ടെങ്കിലും ഇറക്കി വിടാൻ തോന്നിയില്ല. എനിക്ക് അവളുടെ സ്വന്തം അച്ഛനെ കണ്ടുപിടിച്ച് അച്ഛന് മകളെ വേണോ എന്ന് ചോദിക്കണം. അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് മാത്രമാണ് ഞാനിന്ന് സ്റ്റാൻലിയെ തിരക്കി വന്നതും സ്റ്റാൻലിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അല്ലാതെ എനിക്ക് അവളെ ഉപേക്ഷിക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ലെന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അതുപോലെ എൻ്റെ മക്കൾക്കും അവൾ പ്രിയപ്പെട്ട ചേച്ചി തന്നെയാണ്. സ്റ്റാൻലി കുറച്ച് വിഷമത്തോടെ പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ബാലചന്ദ്രൻ്റെ മാനസികാവസ്ഥ, ബാലചന്ദ്രൻ്റെ ഇപ്പോഴത്തെ മനസ്സിലെ ദുഃഖമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് സ്റ്റാൻലി പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ ഒന്ന് പുച്ഛത്തോടെ ചിരിക്കുന്നുണ്ട്. എനിക്കെൻ്റെ മകളെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് സ്റ്റാൻലി ആണെങ്കിൽ ഇത്തിരി വിഷമത്തോടെ ബാലചന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ സ്റ്റാൻലി നോക്കിയിട്ട് പറയാണ്, അതിനെന്താ, നിങ്ങൾക്ക് അലീനയെ കാണാം, ഞാനൊരു തടസ്സമായി നിൽക്കത്തില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാം, അവിടെ വന്ന് അവളെ കാണാം. കാരണം ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല ഞാൻ അവളുടെ അച്ഛനെ കാണാൻ പോവുകയാണെന്നും അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ നോയാണ് പറയുന്നതെങ്കിൽ അവളോട് പറയാൻ പറ്റത്തില്ലല്ലോ സ്വന്തം അച്ഛനും അവളെ വേണ്ടാന്ന്. ആ ഒരു ദുഃഖവും കൂടെ ആ കുഞ്ഞ് താങ്ങണ്ട, അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞില്ല എന്ന് ബാലചന്ദ്രൻ കുറച്ച് വിഷമത്തോടെ സ്റ്റാൻലി അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി പറയാണ്, എന്തായാലും ഞാൻ ബാലചന്ദ്രൻ്റെ വീട്ടിൽ വന്നായാലും എനിക്ക് അവളെ കാണണമെന്ന് പറയാണ്. അപ്പോൾ വൈജയന്തി എന്ന് സ്റ്റാൻലി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ പറയാണ്, അത് നിങ്ങൾ നോക്കണ്ട, വൈജയന്തിയുടെ കാര്യമൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. വൈജയന്തി ഇപ്പോൾ എൻ്റെ വീട്ടിലില്ല, അവളുടെ സ്വന്തം വീട്ടിലാണ്. അതുകൊണ്ട് അങ്ങോട്ട് വന്ന് അലീനയെ കാണുന്നതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. എന്നെങ്കിൽ ഞാൻ ഉടനെ തന്നെ ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് വരാം എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ സ്റ്റാൻലി വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അതിനുശേഷം ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങിയാണ്. സ്റ്റാൻലി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഹോട്ടലിൻ്റെ താഴെ ഗോവർദ്ധൻ എത്തിയിട്ടുണ്ട്. താഴെ വന്ന ബാലചന്ദ്രൻ ഗോവർദ്ധനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, താനെന്താടോ അങ്ങോട്ട് കയറി വരാഞ്ഞത്? ഞാൻ മനഃപൂർവ്വം വരാഞ്ഞതാ ബാലേട്ട, നിങ്ങൾ തമ്മിൽ സംസാരിക്കട്ടെ, എനിക്ക് മനസ്സിലായി സ്റ്റാൻലിയാണ് വന്നീന്ന്. അപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കട്ടെ, അതിൻ്റെ ഇടയ്ക്ക് ഞാനായിട്ട് വരണ്ട എന്ന് വിചാരിച്ചാൽ കയറി വരാഞ്ഞെന്ന് ഗോവർദ്ധൻ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്. അതെന്തായാലും നന്നായി, ഞങ്ങളുടെ മീറ്റിംഗ് കഴിഞ്ഞു. അപ്പോൾ എന്ത് പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അയാൾക്കാണെങ്കിൽ അലീനയെ കാണണമെന്ന്. അപ്പോൾ ഗോവർദ്ധൻ ചോദിക്കുകയാണ്, അയ്യോ അലീന എന്തിനാണ് അയാൾ കാണുന്നത്? അലീന
സ്റ്റാൻലി കണ്ട ശരിയാവോ ബാലേട്ട എന്ന് ചോദിക്കുന്നുണ്ട്. അയാൾ കാണട്ടെ, അയാൾ സ്വന്തം മകളെ കണ്ട് ബോധ്യപ്പെടുന്നെങ്കിൽ മാത്രം അയാൾ എൻ്റെ മോളെ കൊണ്ടുപോയാൽ മതി. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ മകളെ അയാൾക്ക് കൊടുക്കത്തുള്ളൂ എന്ന് ബാലചന്ദ്രൻ ഇച്ചിരി വിഷമത്തോടെയും ദേഷ്യത്തോടെയും പറയുകയാണ്. അന്നേരം ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, നമ്മൾ അലീനയോട് അന്നേരം എന്ത് പറയും, സ്റ്റാൻലി ആരാണെന്ന് പറയും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് വഴിയെ അലീനയോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കാം. ഇപ്പോൾ ഒന്നും പറയാൻ നിൽക്കേണ്ട. എന്തായാലും അയാൾ വന്ന് അലീനെ കാണട്ടെ. അയാളുടെ തീരുമാനം നമ്മളെ അറിയിച്ചതിന് ശേഷം നമ്മൾ അലീനയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, വൈജേട്ടത്തി അടുത്ത് എന്ത് പറയും, എങ്ങോട്ടാണ് അലീനെ മാറ്റിയെന്ന് പറയും, അതെന്തായാലും ഏട്ടത്തി അന്വേഷിക്കാതിരിക്കത്തില്ല എന്ന് ഗോവർദ്ധൻ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവളെന്തിന് അന്വേഷിക്കണം, എങ്ങനെയെങ്കിലും അലീന അവിടുന്ന് പോയാൽ മതിയെന്ന് മാത്രമല്ലേ ഉള്ളൂ അവൾക്ക് ആഗ്രഹം, അത് നടന്നാൽ പോരെ, അലീന എങ്ങോട്ട് പോയാലും അവൾക്കെന്താ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ തീരുമെന്ന് അറിയത്തില്ല ബാലേട്ട എന്ന് ഗോവർദ്ധൻ ചോദിക്കുകയാണ്. ആകപ്പാടെ കേട്ടിട്ട് ആകപ്പാടെ ഭയമൊക്കെ ആവുന്നുണ്ടെന്ന് പറയാണ്. ബാലചന്ദ്രൻ പറയാണ്, ഗോവർദ്ധൻ പേടിക്കണ്ട, ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റാൻലി ജോസഫ് ഉണ്ടല്ലോ, അയാളുടെ കാര്യങ്ങൾ എന്താവുമെന്നും അയാളുടെ തീരുമാനം എന്താവുമെന്നൊക്കെ നോക്കട്ടെ. അതിന് ശേഷം വൈജയന്തി ഒറ്റയെണ്ണത്തിനെ ഞാൻ വെറുതെ വിടത്തില്ല. കൊല്ലപ്പള്ളിയിലെ എല്ലാത്തിനെയും കൊണ്ട് ഞാൻ പാഠം പഠിപ്പിക്കും. എന്നെ ഈ ചതിച്ച് ഇത്രയും നാൾ എന്നെ വഞ്ചിച്ചതിന് ആരും ഞാൻ വെറുതെ വിടത്തില്ല എന്ന് ബാലചന്ദ്രൻ ഒരു വാശിയോടെ പറയണേ. എല്ലാവരും അറിഞ്ഞു വെച്ചുകൊണ്ടാണ് എന്നെ ചതിച്ചത്, അതുകൊണ്ട് തന്നെ ഒറ്റയെണ്ണത്തിനെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് ബാലചന്ദ്രൻ ഇങ്ങനെ വാശിയോടെ ഗോവർദ്ധനോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഗോവർദ്ധൻ ആകപ്പാടെ ഭയന്നിരിക്കുകയാണ്. അതിനുശേഷം ബാലചന്ദ്രൻ വീട്ടിലെത്തുന്നുണ്ട്. വീട്ടിലെത്തിയിട്ട് അപ്പം അലീന ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ രാവിലെ ബാഗൊക്കെ എടുക്കാൻ മറന്നുപോലെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പ്രശ്നമൊന്നുമില്ല മോളെ, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഒരു ബിസിനസ് മീറ്റിംഗ്, ഗോവർദ്ധൻ പറഞ്ഞില്ലായിരുന്നോ, അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ബാഗൊക്കെ എടുക്കാൻ മറന്നുപോയെന്ന് പറയാണ്. അത് തന്നെയാണോ കാര്യം, അങ്കിളിന് ഒരു ടെൻഷൻ ഉള്ളതുപോലെ എനിക്ക് തോന്നി എന്ന് അലീന പറയാണ്. നിനക്കെല്ലാവരെയും സംശയമാണല്ലോ, നീ എല്ലാവരും ഇങ്ങനെ സംശയിച്ചുകൊണ്ടിരുന്നോ എന്ന് ബാലചന്ദ്രൻ ഒരു തമാശ മാതിരി പറഞ്ഞിട്ട് കയറാൻ നേരത്ത് പറയാണ്. മോളെ, ഞാനിന്ന് പറഞ്ഞിട്ട് ഒരു ബിസിനസ്സുകാരൻ വന്നെന്ന്, അയാൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു വീട്ടിലേക്ക്, അപ്പം അയാൾ വരുമ്പോഴത്തേക്ക് മോൾ ചായയൊക്കെ എടുത്തുകൊണ്ട് വരണേ എന്ന് അലീനയോട് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പം അലീന പറയുന്നുണ്ട്, അതിനെന്താ വെച്ചാൽ ഞാൻ ചായയൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി വെച്ചോളാം, എപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് അയാൾ നമ്മളെ അറിയിക്കും, അപ്പോഴത്തേക്കും മോളോട് ഞാൻ പറയാം എന്ന് ബാലചന്ദ്രൻ പറഞ്ഞുകൊണ്ടൊക്കെ മോളിൽ കയറി പോവുകയാണ്. അപ്പം ഇതൊക്കെ അലീന ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അലീന ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇതുവരെ അച്ഛനോട് ഒരു ബിസിനസ് മീറ്റിംഗ് നടത്തിയ ആളും വീട്ടിലേക്ക് വന്നിട്ടുള്ളൂ, ഇതാരാ പുതിയ ഒരാൾ, എന്തെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞ് അലീന ഇങ്ങ് പോവുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ മുറിയിൽ പോയിട്ട് ആകപ്പാടെ ടെൻഷൻ ഇരിക്കുകയാണ്. ഇനി അലീനെ പറഞ്ഞു വിടണോ എന്നൊരു ടെൻഷൻ നന്നായിട്ടുണ്ട് ബാലചന്ദ്രന്. അങ്ങനെ സ്റ്റാൻലി വരുന്ന പറഞ്ഞ് ബാലചന്ദ്രൻ റെഡി ആവണം. അപ്പോഴത്തേക്ക് അലീന അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അച്ഛൻ എവിടെയെങ്കിലും പോകാൻ റെഡി ആവുകയാണോ എന്ന് അലീന ചോദിക്കുന്നുണ്ട്. ഇല്ല മോളെ, ഞാൻ പറഞ്ഞൊരു ബിസിനസ്സുകാരൻ വരുന്നുണ്ടെന്ന്, ഇങ്ങോട്ട് വരുന്നുണ്ട്, അതിന് ഞാൻ റെഡി ആയതാ എന്ന് പറയാണ്. അച്ഛൻ സ്റ്റൈലായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ എന്നൊക്കെ അലീന പറയുന്നുണ്ട്. എങ്ങനെയുണ്ട്, കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അലീനയും ബാലചന്ദ്രനും തമാശ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ അച്ഛാ, ആൾ വരുമ്പോഴത്തേക്ക് എല്ലാം വേണ്ടുന്നതെല്ലാം റെഡിയാക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അലീന അങ്ങ് പോവാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ നല്ല വിഷമം വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും ബാലചന്ദ്രന് ഒരു താല്പര്യമില്ല അലീനെ സ്റ്റാൻലിയോട് വിടാൻ. അത്രയ്ക്ക് ഇഷ്ടമാണ് അലീനെ, സ്വന്തം മകളായിട്ട് തന്നെയാണ് ബാലചന്ദ്രൻ അലീനയെ കരുതുന്നത്. അപ്പം അലീനയെ സ്റ്റാൻലിയോടെ വിടാൻ ഒരു താല്പര്യമില്ലാതെ കുറച്ച് വിഷമത്തോടെ ബാലചന്ദ്രൻ നിൽക്കുകയാണ്.